ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? തിങ്കളാഴ്ചത്തെ വീഡിയോ വന്നില്ല, എല്ലാവരും ചോദിക്കും. ഇതിൽ പോണ ചേച്ചിമാരൊക്കെ എന്നോടൊക്കെ എന്താ തിങ്കളാഴ്ചത്തെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, ഫുഡ് അടിക്കണ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ. നമ്മൾ വീഡിയോ ഇടാൻ പറ്റണില്ല, എന്ത് പറ്റിയാണോ എന്നാണ്. ഞായറാഴ്ച വൈകുന്നേരം മുതൽ എന്താണോ ഫോണിന് എന്തോ പറ്റി, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ മൊബൈൽ കടയിൽ കൊണ്ടുകൊടുത്തപ്പോഴും ശരി, അവർ പറഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് ശരിയാവും എന്നിട്ട് ഇന്ന് വരും കാത്തപ്പോൾ ശരിയായിട്ട് ഞാൻ കുറച്ച് നേരത്തെ കൊണ്ടുകൊടുത്തിട്ട് ഞാൻ കടയിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ട് പോകുന്നു. ഇത് ഓണറുടെ നമ്പർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഫോണിൽ തന്നെ ഞാൻ അവർക്ക് ലോക്ക് തുറന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ വിളിച്ചാൽ മതി അപ്പം എന്നെ കിട്ടുമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് വിളിച്ചപ്പോൾ ഇന്നെ കിട്ടി. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിരുന്നു, വെക്കേഷന് പോയ ആൾക്കാരൊക്കെ വീട്ടിൽ തിരിച്ചെത്തി, മക്കൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാണ്. അപ്പോൾ ഇവർ മൊബൈലിൽ നന്നായി ഗെയിം കളിക്കുക. വൈകുന്നേരമല്ലേ ഞാൻ ചെന്നതിൻ്റെ ശേഷം ഇവർക്ക് മൊബൈൽ കിട്ടുക. വൈകുന്നേരം മൊബൈൽ എടുത്തിട്ട് നല്ല കളി, അതിലെന്തോ പിടിച്ച് അമർത്തി വെച്ചിട്ടാണ് വീഡിയോ. ഞാൻ പിന്നെ എഡിറ്റൊന്നും ചെയ്യണില്ല, അങ്ങനെ വീഡിയോ ഓണാക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ഇതാക്കണം. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ക്യാമറയിലൊന്നും ചെയ്യണമൊന്നുമില്ല. വീഡിയോ എടുക്കും, വേറെ എഡിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല, അറിയില്ല പിന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ ഞായറാഴ്ച വന്നിട്ട് വരുമ്പോൾ ഇവർ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീനല്ല ചെമ്മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 7-8 കിലോത്തോളം ചെമ്മീനുണ്ട്. ചെറിയ ചെമ്മീനാണ് കേട്ടോ എനിക്കിഷ്ടം. വലിയ ചെമ്മീനെ കാട്ടി എനിക്കിഷ്ടമാണ് ചെറിയ ചെമ്മീൻ. അപ്പോൾ ഞായറാഴ്ച ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചോറ് ഓർഡർ ചെയ്തായിരുന്നു. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ. അങ്ങനെ ചോറ് ഇഷ്ടംപോലെ ചോറ് ബിരിയാണി വാങ്ങിച്ചാണെങ്കിൽ അതിൽ ഇഷ്ടംപോലെ ഞാൻ തിന്നിട്ടും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു വന്നിട്ട് ആ ബിരിയാണി തിന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുഴിമന്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തിന്നു. എൻ്റെ ഞങ്ങൾ ചെമ്മീൻ നന്നാക്കാൻ നിന്നു. അപ്പോൾ ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിശക്കാൻ തുടങ്ങിയിട്ടോ. ഒരു അത്യാവശ്യം കുറച്ച് ചെമ്മീൻ നന്നാക്കി നോക്കുമ്പോൾ ഇവർക്ക് വിശക്കാൻ തുടങ്ങി. അമ്മായി എന്തെങ്കിലും വാങ്ങിച്ചാൽ അമ്മായി, ആങ്ങളുടെ കുട്ടി വന്നിട്ട് അമ്മായി എന്തെങ്കിലും വാങ്ങിച്ചാൽ അമ്മായി എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ദുലുക്കി ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വേഗം വരാം. ഇത് കൊണ്ടുപോയി കളയരുതിട്ട്, അങ്ങ് നന്നാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇത് കൊണ്ടുപോയി കളയരുത്. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എണീച്ചിട്ട് മൂടി വെച്ചിട്ട് അകത്ത് കയറ്റിയേക്കേണ്ട സ്മെല്ലല്ലോ ഭയങ്കര. ഇവിടെ തന്നെ മൂടിയിട്ട് കല്ല് വെച്ചിട്ട് നിങ്ങൾ പോയി കുളിച്ചിട്ട് അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. ആന്നും പറഞ്ഞു. ഞാനിവിടുന്ന് അങ്ങാടി പോയി സാധനങ്ങൾ വാങ്ങിച്ച് ചെല്ലുമ്പോൾ ഞാൻ അന്തം വിട്ടിക്കണേ. പഠിച്ചോനെ, 8 കിലോത്തോളം തന്നെ എങ്ങനെ ആയാലും ഒരു 1.5 കിലോ കുഞ്ഞ് ചെമ്മീനായാലും കിട്ടും. ഇവർ ഈ ചെമ്മീനൊക്കെ എന്ത് ചെയ്തു ഒലിച്ചായി. ഞാൻ പോകുമ്പോൾ ഒലിച്ച് വെച്ച അത്രയും ചെമ്മീനുണ്ട്. ഇതെവിടെ ഒലിച്ചു കഴിഞ്ഞു? അമ്മായില്ലേ പറഞ്ഞ ഞങ്ങളോട്, അതല്ല ഒലിച്ചെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അല്ല ഒലിച്ചെങ്കിൽ ഇത്ര ചെമ്മീനാ. അപ്പം അപ്പുറത്ത് പട്ടി ഇങ്ങനെ എന്തോ തിന്നണേ. ഒരു പട്ടീനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എൻ്റെ പഠിച്ചോനെ പറയണ്ട. പട്ടി തിന്നാണ്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കൈക്കോട്ടുമ്പോൾ ചെളി. കുറേ ചെമ്മീൻ ഇവർക്ക് ബക്കറ്റ് പൊന്തിച്ച് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു വാഴയുടെ കൗത്തിയിലിട്ടിട്ട് ബാക്കിയുള്ളത് കുഴിച്ചിട്ട് മൂടിയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ചെമ്മീൻ കുഴിച്ചിട്ടെന്ന്. അതമ്മായി നന്നാക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ അമ്മ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല, ഞാൻ നന്നാക്കി കൂടെ എന്നില്ല. നമ്മളൊക്കെ അവിടുന്ന് നല്ല ഫ്രഷ് മീൻ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചാളൊക്കെ കൂട്ടുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് അത് വേറെ ഉണ്ട്. എന്നാലും മീനില്ലാണ്ട് ചോറ് തിന്നൂല, അത് വേറെ വിഷയം. എന്നാലും പണ്ടൊക്കെ മീനില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളടുത്ത് മരിച്ചു. അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ചിരിക്കും. മരിച്ചു ഷാനു എന്ന് പറഞ്ഞിട്ട്, ആങ്ങളുടെ കൂട്ടുകാരനാണ് ഷാനു. പിന്നെ അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെറുപ്പത്തിൽ. അപ്പോൾ അവർക്ക് ഇക്കാന്നാണ് ഞാൻ ഏറ്റവും വിളിച്ചത്. ആങ്ങളുടെ കൂട്ടുകാരന്മാരാണ്. ചൂണ്ടാനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ അവർ. അപ്പോൾ ഞങ്ങളടുത്തൊരു വീട്ടിൽ മരിച്ചു. ഞങ്ങൾ ഫാമിലിയാണ്. ചെറുപ്പനിക്ക് കുറച്ച് ചോർമ്മ. അപ്പം മരിച്ച് വൈകുന്നേരം മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് ചോറുണ്ടാവുമല്ലോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോറുണ്ട് രാത്രി. അപ്പം എനിക്ക് പണ്ടുള്ളൊരു സ്വഭാവം, വെറും ചോറും മീൻ പൊരിച്ചതും വേണം. മീൻ പൊരിച്ചതില്ലാണ്ട് ഞാൻ നല്ല കരച്ചിൽ കറിയണം. അങ്ങനെ ഇവരൊക്കെ വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കണുണ്ടെന്ന് അവർ പറയണേ. എനിക്ക് ഓർമ്മല്ലത്. നല്ല കരച്ചിലെന്നാണ്, നല്ല കരയണമെന്ന് പറയാം. ഞാൻ ഇപ്പോഴും അവരെന്നെ കണ്ടാൽ ഇപ്പോഴും എന്നെ ഒരുത്തൻ വിളിക്കും കൂന്തളയെന്ന് വിളിക്കും, ഒരുത്തൻ വിളിക്കും പൊരിച്ച മീനെന്ന് വിളിക്കും. അങ്ങനെ പൊരിച്ച മീൻ ഇതില്ലാണ്ട് ഇവരാരോ പോയിട്ട് എവിടുന്നോ ഒരു വീട്ടിൽ നിന്ന് പോയിട്ട്, അന്ന് ഇവരൊക്കെ പന്തൽ ഇങ്ങനെ കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു മെച്ച വീട്ടിൽ നിൽക്കുന്ന കേട്ടിട്ട്. എല്ലാവരും ഉണ്ട് ചോറിൻ്റെ സമയത്താണ് ഞാൻ കരയണമെന്ന് അറിയണ്ടത്. അങ്ങനെ ഇവർ പോയിട്ട് എന്ത് ചെയ്തു, എവിടുന്നോ ഒരു വീട്ടിൽ നിന്ന് പൊരിച്ച മീൻ വാങ്ങിച്ചു.
ആ പേര് ഇപ്പോഴും ഇവരെന്നെ വിളിക്കും പൊരിച്ച മീൻ എന്നുള്ളത്. ഇപ്പം ഞാൻ പൊരിച്ച മീനിലൊക്കെ ചോറിന് കേട്ടോ. അന്നത്തെ കാലത്ത് ചെറുപ്പത്തിൽ അങ്ങനെ മീൻ കൊടുത്തയച്ചിട്ട് അല്ല ചെമ്മീൻ കൊടുത്ത വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അതൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾ അപ്പോൾ ഇവർ എന്നോട് പറയണേ, എൻ്റെ കുട്ടിയടക്കം എന്നോട് എന്നും അവിടെ നിന്ന് ചെമ്മീൻ തിന്നിട്ട് ഞങ്ങൾക്ക് മതിയായി. അപ്പം നിങ്ങൾക്ക് മതിയായെങ്കിലും ഞങ്ങളുണ്ടല്ലോ ഇവിടെ തിന്നാനേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉള്ള ചെമ്മീൻ ഞാൻ ഇത്തിരി റോസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് തിന്നാൻ അവർ വരുന്നുണ്ടെന്നാനും. ഇവർക്ക് സാമ്പാറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ മാമ്പഴ പുളിശ്ശേരിയും സാമ്പാറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാലും ഇവർ വരുന്നുണ്ട്. ഇവർക്ക് മീനില്ലാണ്ട് എൻ്റെ മാതിരിയുള്ള സ്വഭാവമാണ്. മീനില്ലാണ്ട് ഇവർക്ക് ഇറങ്ങണില്ല. ഇവർക്ക് ആ സാമ്പാറും വേണ്ട, മാമ്പഴ പുളിശ്ശേരിയും വേണ്ട. കാരണം ഇവർ ആ ചെമ്മീനിൽക്കാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ അപ്പോൾ അത് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാണ്ട് വയ്യ. അപ്പം നിങ്ങൾക്ക് ഇത് മൂടി വെക്കാറുന്നില്ലേ? ഞാൻ വന്നിട്ട് വിളിച്ചിരുന്നില്ലേ? എൻ്റെ ഇതിലൊരു അടുത്തുള്ള 3 വീട്ടുകാർക്കാണ് ഞാൻ കൊടുത്തിട്ടോളാം. ബാക്കി കണ്ട് എൻ്റെ പൊന്നെ, എനിക്കെൻ്റെ പഠിച്ചോനെ അത് ആലോചിച്ചിട്ട് ഇന്നൊരു ഉത്തരമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതായിട്ട് ഇവരെന്തോ ഫോണിൽ കളിച്ചിട്ടുണ്ട്. ആ ഫോണിൽ ഇവർ കളിച്ചതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അപ്പം നാത്തൂനും തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ. അപ്പോൾ അവൾ എന്നോട് വിളിച്ചിട്ട് പറയട്ടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളെ എന്തൊക്കെയോ ചെയ്തിട്ട് അവൾ പറയണു ഒരു 1000-ൻ്റെ മേലെ ആൾക്കാരൊന്നും കാണുന്നില്ല, എൻ്റെ കാണുന്നുണ്ടല്ലോ, എൻ്റെ ഒരുവിധം വീഡിയോ ഇതൊക്കെ 1000-ൻ്റെ മേലെ വ്യൂ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ പിള്ളേരെ കയ്യിൽ നിന്ന് ഫോൺ മാറ്റി കൊടുക്കുക. അവളിങ്ങനെ ഫുഡിൻ്റെ ഒക്കെ ഇങ്ങനെ വീടാളെ മുഖം കാണിക്കാണ്ട് ഫുഡിൻ്റെ ഒക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ബെസ്റ്റ്. ഇതേ ഇവിടെ വന്നിട്ട് എൻ്റെ ഫോൺ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഉള്ളിലത്തെ കള്ളം പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണെങ്കിലോ ഞാനൊരു 5-6 ബസ്സിൻ്റെ ഗെയിമുണ്ട്, 5-6 എണ്ണിട്ട്. അപ്പോൾ ഒരെണ്ണം തന്നെ ഇതിൻ്റെ പല മോഡലാണ്. അപ്പം ഞാനെന്ത് ചെയ്തു, അതൊക്കെ കളഞ്ഞിട്ട് ഒരു ബസ്സിൻ്റെ ഗെയിം വെച്ചു. ഇവൻ്റെ ഗെയിം ഞാൻ കളഞ്ഞതിനുള്ളൊരു പ്രതികാരം വിട്ടിരിക്കുകയാണ്. ഇവന് യൂട്യൂബിൽ പിടിച്ചിട്ട് എന്തോ അമർത്തിയിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മൊബൈൽ കടയിൽ കൊണ്ടുകൊടുത്ത് സാധനം ശരിയാക്കിയിട്ട് ഇന്നാണ് എനിക്ക് കിട്ടുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ ദിവസമാണ് എനിക്ക് കിട്ടണം. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്നലെ എനിക്ക് ഫോൺ ചെയ്യണം കേട്ടോ. ഇന്നലെ ഞാൻ കടയിൽ ഒരു 5:30 ടൈമിൽ എനിക്ക് ഫോൺ ചെയ്യണം. അതേ എൻ്റെ കണ്ണ് ഇതായിരുന്നു. അപ്പം കണ്ണ് ഇതായി. അപ്പത്തിന് ഉമ്മ ഫോൺ വാങ്ങിച്ചിട്ട് എൻ്റെ ഉമ്മ അതേ ഇവരിവിടെ എപ്പി ഉണ്ടാക്കിയിട്ടേ കണ്ണിലേക്ക് ചൂടുവെള്ളം ധരിച്ചിട്ട് ഇത് പൊള്ളിയിട്ട് കണ്ണ് തുറക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവർ കുറേ നേരം എനിക്ക് വിളിക്കുന്നുണ്ട്, കടയിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിക്കല്ലേ, കടയിലേക്ക് ഇങ്ങനെ വിളിക്കല്ലേ എന്നാ. ഒരു 10-20 ഫോൺ കോൾ ഇവർ വരുന്നുണ്ട്. അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി, അവൻ അങ്ങനെ കാട്ടി, അവൻ TV കാണാൻ സമ്മതിക്കണില്ല, ഇവളിങ്ങനെ കാട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു 10-20 ഫോൺ കോള് ഇവരെനിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ ഒരു തലവേദനക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫോൺ വരില്ലെങ്കിൽ എപ്പി എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോളൂ, എപ്പി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എപ്പി എടുത്തിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൂടുന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, അത് ചെയ്തപ്പോൾ നമ്മൾ ആ ബേസൺ ഉണ്ടല്ലോ, ആ ബേസണിൽ ഇവർ വെള്ളം ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ട്, അതിൽ കൊട്ടിയാൽ ആ വെള്ളം പോയിരിക്കും. ഇവർ ആ ബേസണിൽ വെള്ളം കളയണ സമയത്ത് ഇവിടെ ഒരാളുണ്ട്. ഈ വെള്ളം ഇങ്ങനെ കളയുമ്പോൾ ഇതിൻ്റെ ആവി ഉണ്ടല്ലോ, ആവി ഒരാളെ കയ്യുമ്മക്ക് തെറിച്ച് വെക്കുമ്പോൾ അവൾ ഈ ബേസണിലേക്ക് ഈ പാത്രം ഇട്ടോടും കൂടി ഇവിടെ നിൽക്കുന്ന ആളുടെ കണ്ണുമ്മക്ക് ഇതുണ്ടായി. കണ്ണിൻ്റെ ഈ വശക്കാകെ പൊള്ളിയിട്ട് പൊളവും പോലെ വന്നിട്ട് ഇവിടെയൊക്കെ പൊള്ളി. അങ്ങനെ വിളിച്ചു. ഞാൻ ഇവിടുന്ന് പോയി ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അറിയണേ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഭർത്താവായിരുന്നു. ഹോസ്പിറ്റലിൽ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കണ്ണുമ്പോൾ തട്ടിയെന്ന് വന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ആളുണ്ട് വന്നിട്ടുള്ളൂ. അപ്പത്തിനാണ് ഇതെന്ന്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പറഞ്ഞു. അപ്പോൾ കണ്ണിൽ നമ്മൾ പറയുന്നുണ്ട് നല്ല എരിച്ചിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞാൽ അപ്പം വേറെ പിന്നോട് ഇപ്പം ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാണോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇറക്കണം ഇറങ്ങിയത്, കാരണം ഞാൻ നേരത്തെ ഇറങ്ങിയതാണെന്ന്. വേറെ എന്തെങ്കിലും അപ്പം പറഞ്ഞു കുഴപ്പമില്ല, ഉമ്മ വിളിച്ചിട്ടുണ്ട്, ഉമ്മ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ വിളിച്ചിട്ടുണ്ടായി. ഞാൻ കുറേ ദിവസമായി അവർക്ക് വിളിച്ചിട്ടൊക്കെ. അപ്പോൾ എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനതും പറഞ്ഞിട്ട് എന്നാൽ ശരിയെന്ന്. അപ്പോൾ അങ്ങനെ ഇവൾക്ക് നോട്ട് പുസ്തകം ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ചാലക്കുടിയിൽ ബിഗ് ബസാറാണ്, എന്തോ ഒരു ബസാർ ഇവിടെ വരുന്നേ, ഞങ്ങളെ കൂടെ വർക്ക് ചെയ്തിരുന്ന അപ്പുറത്തെ ഷോപ്പിലത്തെ ഫ്രണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ പോയി ആ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് പോയി. നല്ല വില കുറവെന്ന് പറഞ്ഞാൽ നല്ല ഒരു ബുക്ക് ചൊട്ടറിന് എടുത്താൽ ഒരെണ്ണം ഫ്രീ, നല്ല കുറവുണ്ട്. ഞാൻ 2 ബാഗ് 300 ചില്ലാൻ ഉറുപ്പ്യുള്ള ബാഗ്, നല്ല ഉറപ്പുള്ള നല്ല ക്വാളിറ്റിയുള്ള ബാഗ് 300 ഉറുപ്പ്യ ഒരു കുടക്ക് 145 ഉറുപ്പ്യ. അങ്ങനെ മൊത്തം 3500 ഉള്ളിൽ
കുറച്ച് കൂടുതൽ നോട്ട് പുസ്തകം ഞാൻ ടീച്ചർ പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ നോട്ട് പുസ്തകം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്കത് വാങ്ങിക്കണുണ്ട്. ഇതിൽ ഞാൻ അവസാനിപ്പിച്ചു. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മറ്റോ കടന്നുറങ്ങി. കാരണം അടി കിട്ടുമെന്നുള്ള പേടിച്ചിട്ടേ. ഇങ്ങനത്തെ ഒരു കുസൃതിയുള്ള കുട്ടികൾ എൻ്റെ പഠിച്ചോനെ, ഞാൻ വിചാരിക്കും അവിടെ മാത്രമേ ഉള്ളൂന്ന്. അപ്പോൾ എൻ്റെ ഓണർ പറയേ, അവിടെ അല്ല, എല്ലായിടത്തും ഉണ്ടടി കുസൃതി. കാരണം ഒരു ദിവസം ഇവിടെ ഓണർ വീട്ടിൽ ഇവിടെ ക്യാമറ ഉണ്ട്. അപ്പോൾ എന്തോ അവിടെ ഇവരെന്തോ സ്വിച്ച് ബോർഡ് എന്തോ തുറന്നിട്ട് എന്തോ കാട്ടണ കണ്ടിട്ട് ചേട്ടൻ അവിടെ ഗൾഫിൽ ഇരുന്നത് കണ്ടിട്ട് ഇവിടെ കടയിലിരിക്കുന്ന ചേച്ചിക്ക് വിളിച്ചു. അവിടെ ബാക്കിൽ എന്തോ സ്വിച്ച് ബോർഡുമ്പോൾ എന്തോ പണിയുണ്ടെന്നാണ്. അങ്ങനെ അവിടെ ചേട്ടന് ക്യാമറയിൽ നിന്ന് കാണുന്നുണ്ടാവും. വീടിൻ്റെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അത് സ്വിച്ച് ബോർഡിൽ ഇവരെന്തോ ചെയ്യണേ കണ്ടിട്ട് അങ്ങനെ ചേച്ചി ഇവിടെ ഓടിപ്പോയി നോക്കുമ്പോൾ സ്വിച്ച് ബോർഡ് തുറന്നിട്ട് എന്തോ ചെയ്യണം. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അതൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ അതേമാതിരി ഓരോന്ന്. അങ്ങനെ ഫോൺ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ അങ്ങനെ പോയി. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ കുറേ അറിയാത്ത ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കും എത്ര സബ്സ്ക്രൈബർ ആയെന്ന് വെച്ചാൽ. എനിക്കറിയണവരാകെ കൂടി വന്നാൽ ഒരു 40 പേരാണ്ട് ഉണ്ടാവുള്ളൂ അറിയണവർ ചെയ്തത്. ബാക്കിയൊക്കെ 100ഓളം എനിക്കറിയാത്തവർ വന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ്. ആ ചോറിൻ്റെ ഫുഡ് ഇടാണ്ടായപ്പോൾ തന്നെ ചോദിക്കും, ചോറിൻ്റെത് കാണില്ലല്ലോ എന്ന് വെച്ചിട്ട് മെസ്സേജ് കിട്ടിക്കണം കുറേ ആൾക്കാർ. ഫോണ് കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.